الله تعالى وبركاته. الحمد لله الذي يسبح الأكوان لا ينقطع ثناؤه في آن وعلى آله وصحبه ما دار الفرقدان أما بعد. ഉസ്താദുമാരെ, സ്നേഹസമ്പന്നനായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ പ്രൗഢമായ വേദിയിൽ ദൈവസ്മരണ എന്ന വിഷയത്തിലൂടെയാണ് ഞാൻ എൻ്റെ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. നാഥൻ തുണയ്ക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽദാകിരീന അല്ലാഹ കസീറൻ വൽദാകിറാത്ത് അഅദ്ദ അല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അലീമാ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദിക്റുല്ലാഹ് അഥവാ ദൈവസ്മരണയാണ്. ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ന് എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നുണ്ടെങ്കിലും തക്കതായ പരിഹാരം ദിക്റുല്ലാഹ് എന്നതാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ ശത്രുക്കളുടെ ആക്രമണത്തെ പേടിച്ചുകൊണ്ട് അഭയം പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ, വല്ലാണ്ട് പേടിയാകുന്നുണ്ട് നബിയേ, ശത്രുക്കളെങ്ങാനും കണ്ടാൽ നമ്മുടെ കഥ കഴിഞ്ഞു നബിയേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, പേടിക്കണ്ട സിദ്ദീഖേ, നീ പേടിക്കേണ്ടതില്ല സിദ്ദീഖേ. യാ അബൂബക്കർ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇതിനാണ് പേടിക്കുന്നത് സിദ്ദീഖേ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയില്ലേ. ഏതൊരു സാഹചര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കണമെന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചരിത്രത്തിലൂടെ. مثل الذين يذكرون ربه والذين لا يذكرون ربه مثل الحي والميت. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാത്തവരും തമ്മിലുള്ള ഉപമ മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവനുള്ള മനുഷ്യനും ജീവനില്ലാത്ത മനുഷ്യനെയും പോലെയാണ്. ഓർക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ പെണ്ണിനും കണ്ണിനും കഞ്ചാവിനും അടിമപ്പെട്ട ഇന്നത്തെ സമൂഹം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ നേരമില്ല, സമയമില്ല. എന്തേ മുഅ്മിനേ ഇങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കൽ കേവല ബാധ്യത എന്നതിനപ്പുറം അത് നമ്മൾ പൂർത്തിയാക്കി കാണണം. പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നത് കേവല ബാധ്യതയല്ല, അത് മനസ്സിന് രോമാഞ്ചമുണ്ടാക്കുന്നതാണ്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിന് അത് പാലിക്കാൻ കഴിയുന്നില്ല. അഫലാ അകൂന അബ്ദൻ ശകൂറാ, അഫലാ അകൂന അബ്ദൻ ശകൂറാ എന്ന് പൂർണ്ണ മഅസൂമായ പൂർണ്ണ കുറ്റവിമുക്തനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കുക മുഅ്മിനേ, നാം എവിടെയാണ് എത്തി നിൽക്കുക? നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ? നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സദാസമയം ഓർക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.